പറയാൻ മറന്നുപോയൊരു കാര്യം, 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനപത്തിയും കൂപ്പണും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ അത് സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം, ഈ മാസം അടക്കം മുറ തെറ്റാതെ അത് കൊടുക്കുന്നത് ഒരു പക്ഷേ ഇവിടെ ഉണ്ടായി ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും. കേരളത്തിൽ മുമ്പ് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. STRF-ൽ നിന്ന് സാധാരണ അത് അനുവദിക്കാൻ പറ്റുക 3 മാസക്കാലത്തേക്കാണ്, സർക്കാർ സെൻട്രൽ ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച്. കൂടിയാൽ 3 മാസം കൂടി കൂട്ടി കൊടുക്കാം, 6 മാസം. പക്ഷെ 21 മാസക്കാലമായിട്ടും അത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജൂൺ മാസം വരെയുള്ള ഉത്തരവുള്ളത് കൊണ്ട് മറ്റൊന്നും ഭയക്കേണ്ടതില്ല. രണ്ടാമത്തെ പ്രശ്നം, ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഫുഡ് കൂപ്പൺ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഫുഡ് കൂപ്പണിന്റെ മാതൃകയാണിത്. മാർച്ച് മാസത്തിൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും കൂപ്പൺ അടിച്ച് കഴിഞ്ഞ ദിവസം പോലും സപ്ലൈകോയ്ക്ക് 25 ലക്ഷം രൂപ ചെലവുകൾക്ക് വിതരണം ചെയ്ത് സർക്കാർ അക്കാര്യത്തിൽ കൃത്യത വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് അത് വിതരണം ചെയ്യേണ്ട കുടുംബശ്രീ അംഗങ്ങൾ അത് കൊടുക്കാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും ഇത് കിട്ടിയിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടം ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടായ ക്രാക്കിനെ സംബന്ധിച്ച്, അതിപ്പോ ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ഷ്രിങ്ക് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗമായി നടത്തും. ഇത് സാങ്കേതിക പദമാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ വീട്ടിൽ 24 മണിക്കൂർ വീണ്ടും വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള ലീക്കില്ല എന്ന് ഉറപ്പിച്ചാലും അവസാനിപ്പിക്കില്ല. എല്ലാ വീടുകളിലും ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കുള്ളൂ. വീട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഊരാളുകൾ തയ്യാറാക്കിയാൽ എല്ലാവിധ സാങ്കേതിക പരിശോധന നടത്താൻ പറ്റുന്ന കിഫ്കോണിന്റെ ടീം സംയുക്ത പരിശോധന നടത്തും. ഊരാളുങ്കരും കിഫ്കോണുമായി സംയുക്ത പരിശോധന നടത്തും. എന്നിട്ടും തീർന്നില്ല. ആ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ആരാണോ വീടിന്റെ ഉടമസ്ഥൻ, ആ വീടിന്റെ ഉടമസ്ഥനും ഊരാളുങ്കലും കിഫ്കോണും കൂടി വീണ്ടും സംയുക്ത പരിശോധന നടത്തും. ഈ 3 പരിശോധനകൾ, ഒന്ന് ഊരാളുങ്കൽ നേരിട്ട് നടത്തുന്നത്, പിന്നെ ഒന്ന് ഊരാളുങ്കലും കിഫ്കോണും കൂടി നടത്തുന്നത്, 3 ഊരാളുങ്കലും കിഫ്കോണും ആരാണോ വീടിന്റെ ഉടമസ്ഥൻ. ഇപ്പൊ 33-ാം നമ്പർ വീട്ടുകാരൻ ഒരു സംശയം രേഖപ്പെടുത്തി, അദ്ദേഹത്തിന്റെയും ബന്ധപ്പെട്ടവരോട് പരിശോധിക്കാൻ പറയും. 3 പേരും സംയുക്തമായി നടത്തിയതിനു ശേഷമാണ് വീട് കൈമാറുക. വീട് കൈമാറിക്കഴിഞ്ഞാൽ അപ്പോഴും ലയബിലിറ്റി തീരില്ല. വീട് കൈമാറിക്കഴിഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായാൽ സർക്കാരാണോ സമാധാനം പറയേണ്ടത്? അല്ല. പക്ഷെ ആരും സമാധാനം പറയാനുണ്ടോ? ഉണ്ട്. 5 വർഷത്തേക്ക് സിവിൽ വർക്കുകൾക്ക് ഒരു ഡിഫക്റ്റ് ലയബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് കൈമാറിക്കഴിഞ്ഞാലും 3 പരിശോധന നടത്തി ഇത് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് നിർമ്മാണത്തിലുണ്ടെങ്കിൽ ഊരാളുങ്കൽ കമ്പനി നിർബന്ധമായും ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്യൂർ ചെയ്തില്ലെങ്കിലോ, ക്യൂർ ചെയ്യും വരെ ഒരു നിശ്ചിതമായ സംഖ്യ, എനിക്ക് തോന്നുന്നത് 2.5% സംഖ്യ ഓരോ വീടിന്റെ പേരിലും ഉള്ളത് സർക്കാർ പിടിച്ചു വയ്ക്കും. 5 കൊല്ലം കഴിഞ്ഞ് ആരുടെയും പരാതി അവരുടെ വീടുകൾ ഇല്ലെങ്കിൽ ആ വീടുകളുടെ സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ള ഊരാളുങ്കലിന്റെ പണം നമ്മൾ റിലീസ് ചെയ്യും. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. ഞങ്ങൾക്കത് പരിശോധിക്കാൻ. പക്ഷെ ഇല്ലാത്ത ആശങ്ക, ദയവായി ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ച് ബന്ധപ്പെട്ടവരോട് ചോദിച്ച് ഉറപ്പാക്കിയതിനു ശേഷം പറയുകയായിരിക്കും നല്ലത്. അപമാനിക്കപ്പെടുന്നത് സർക്കാരല്ല, അപമാനിക്കപ്പെടുന്നത് ഊരാളുങ്കലോ കിഫ്കോണോ അല്ല.
അപമാനിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ള കേരളമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്ത ബോധം മറ്റെല്ലാവരെ പോലെ നമുക്കും ഉണ്ടാകണം.